നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില സ്ഥാനാർത്ഥികളെയും പ്രചാരണ പ്രകടനങ്ങളെയും ഒക്കെ പോലെ തന്നെ വൈറലായതാണ് പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന് തുടങ്ങുന്ന ഒരു പാരഡി ഗാനം. ദിവസങ്ങൾക്കകമാണ് ഗാനം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയത്. എന്നാൽ ഇതിന് പിന്നാലെ നിരവധി വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നിരുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഗാനത്തിന്റെ ലിങ്കുകളടക്കം നീക്കം ചെയ്യണമെന്ന് സർക്കാർ ഒരാവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇതിനായി മെറ്റയ്ക്ക് പ്രത്യേകം നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് സർക്കാർ ഇതിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ പലർക്കുമുള്ള സംശയമാണ്, ഒരു സർക്കാരിനോ കോടതിക്കോ ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെക്കാൻ സാധിക്കുമോ? ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ മെറ്റ അത് സ്വീകരിക്കുമോ എന്നത്. എന്നാൽ ഇതിൽ കൃത്യമായൊരു ഉത്തരം നമുക്ക് പറയാൻ സാധിക്കില്ല. മെറ്റ കണ്ടന്റ് നീക്കം ചെയ്യുന്നതിൽ പിന്തുടരുന്നത് കൃത്യമായ നയങ്ങളും നിയമപരമായ പരിശോധനാ നടപടികളുമാണ്. സർക്കാരിന്റെ ആവശ്യം മാത്രം കണക്കിലെടുത്ത് ഒരിക്കലും പോസ്റ്റ് നീക്കം ചെയ്യില്ല. ഇതിന് കൃത്യമായ പരിശോധനാ രീതിയും മാനദണ്ഡങ്ങളുമുണ്ട്. സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന കണ്ടന്റ് മെറ്റയുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സിന് വിരുദ്ധമാണോ എന്നാണ് ആദ്യം നോക്കുന്നത്. നഗ്നത, വ്യാജ വാർത്തകൾ, അക്രമം എന്നിവയൊക്കെയാണ് ഇതിൽ പെടുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ സർക്കാർ ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും മെറ്റ കണ്ടന്റ് നീക്കം ചെയ്യാറാണ് പതിവ്. എന്നാൽ സർക്കാർ ഒരു കണ്ടന്റ് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് നിയമപരമായി നിലനിൽക്കുന്നതാണോ എന്നും കൃത്യമായ അധികാരികളിൽ നിന്നാണോ എത്തിയതെന്നുമാണ് ആദ്യം പരിശോധിക്കുന്നത്. ഇതിനായി മെറ്റയ്ക്ക് ഒരു ലീഗൽ ടീമുമുണ്ട്. എന്നാൽ വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരായിട്ടുള്ളതാണിതെന്ന് തോന്നിയാൽ മെറ്റ സർക്കാരിന്റെ ആവശ്യം അംഗീകരിക്കാറില്ല. മെറ്റയുടെ തീരുമാനങ്ങൾക്കെതിരെ സർക്കാരിനോ ഉപയോക്താവിനോ അപ്പീൽ നൽകാനും സാധിക്കും. ന്യൂസ് ഡെസ്ക്, തേർഡ് ഐ ന്യൂസ്.